തലമുതിർന്ന അഭിനേതാവാണ് നമ്മുടെ പ്രിയപ്പെട്ട ജനാർദ്ദനൻ ചേട്ടൻ. ജനാർദ്ദനൻ ചേട്ടനെ ആദരിക്കാതെ ഈ പരിപാടിക്ക് തുടക്കമാവില്ല. നമ്മുടെ ഏറെ പ്രിയപ്പെട്ട പ്രിയങ്കരനായ ശ്രീ ജനാർദ്ദനൻ ചേട്ടനെ പൊന്നാട അണിയിച്ചുകൊണ്ട് ആദരിക്കുന്നു നമ്മുടെ പ്രിയപ്പെട്ട സംവിധായകൻ ശ്രീ ഭദ്രൻ സർ. നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട ജനാർദ്ദനൻ ചേട്ടനെ നമുക്ക് ആദരിക്കാം, സ്നേഹിക്കാം. ഇതൊരു സ്നേഹത്തിന്റെ ഒത്തുകൂടലാണ്, ഓർമ്മകളുടെ ഒത്തുകൂടലുകളാണ്. നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിന്നുകൊണ്ട് പ്രകാശം പരത്തിക്കൊണ്ട് ഈ മഹാപ്രതിഭകളെ ഓർമ്മിക്കാം, അവർക്ക് പ്രണാമം അർപ്പിക്കാം. സ്ക്രീനിൽ തെളിയുന്ന PRO എന്ന് കാണുമ്പോൾ രണ്ടുപേരുടെ പേരുകൾ മാത്രമേ നമുക്ക് ഓർമ്മയുണ്ടാകൂ. ഒന്ന് നമ്മുടെ വാഴൂർ ജോസേട്ടനാണ്. പ്രിയപ്പെട്ട വാഴൂർ ജോസേട്ടനെ വളരെ സ്നേഹപൂർവ്വം ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അതുപോലെ എബ്രഹാം ലിങ്കൺ, ശ്രീ എബ്രഹാം ലിങ്കൺ അവർകളെയും ഈ വേദിയിലേക്ക് സ്നേഹപൂർവ്വം സാദരം ക്ഷണിക്കുകയാണ്. ഇനി ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നത് നമ്മളെ വിട്ടുപോയ മഹാപ്രതിഭകളുടെ കുടുംബാംഗങ്ങളെയാണ്. ആദ്യമായി ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നത് തിലകൻ ചേട്ടന്റെ മകൻ, നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട നടൻ, ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ശ്രീ ഷോബി ചേട്ടനെ വളരെ സ്നേഹപൂർവ്വം ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. നിറഞ്ഞ കയ്യടിയോടുകൂടി ഈ ഓരോ കയ്യടിയും തിലകൻ എന്ന് പറയുന്ന മഹാപ്രതിഭയ്ക്ക് നമ്മൾ കൊടുക്കുന്ന ആദരമാണ്. ലളിത ചേച്ചി അല്ലെ, ലളിത ചേച്ചി എത്രയെത്ര കഥാപാത്രങ്ങളാണ് അമ്മയായും നാത്തൂനായും കരഞ്ഞും ചിരിപ്പിച്ചും. ലളിത ചേച്ചി ഇന്ന് നമ്മോടൊപ്പമില്ല. ഇന്ന് ഓർമ്മകളിൽ സ്ഫടികം എന്ന ഈ പരിപാടിയിൽ പങ്കെടുക്കുവാൻ ലളിത ചേച്ചിയുടെ മകൻ നടനും സംവിധായകനുമായ പ്രിയപ്പെട്ട സിദ്ധാർത്ഥിനെ വളരെ സ്നേഹപൂർവ്വം നമുക്ക് ക്ഷണിക്കാം. സിദ്ധാർത്ഥൊക്കെ ഈ വേദിയിൽ വരുമ്പോൾ നമ്മുടെ മുന്നിൽ ലളിത ചേച്ചിയാണ് നമ്മുടെ മുന്നിൽ വന്ന് നിൽക്കുന്നത് എന്ന് നമുക്ക് ഓർമ്മ വരും. അഭിനയത്തിന്റെ കൊടുമുടി എന്ന് വിശേഷിപ്പിക്കുന്നതാണ് നമ്മുടെയൊക്കെ പ്രിയങ്കരനായ നെടുമുടി വേണുചേട്ടൻ. എത്രയെത്ര മനോഹരമായ കഥാപാത്രങ്ങൾ നമുക്ക് സമ്മാനിച്ചാണ് അരങ്ങിൽ വേഷമടിച്ച് വേണുചേട്ടൻ പോയത്. പ്രിയപ്പെട്ട നെടുമുടി വേണുചേട്ടന്റെ പത്നി ശ്രീമതി സുശീലാമ്മയെ ഈ വേദിയിലേക്ക് വളരെ സ്നേഹപൂർവ്വം ബഹുമാനപൂർവ്വം ക്ഷണിക്കുകയാണ്. ജനാർദ്ദൻ സാറിന്റെ മകൻ, ഇന്ദും മലയാള സിനിമയിൽ മികച്ച അഭിനേതാക്കളിൽ ഒരാളായ പ്രിയപ്പെട്ട സുധീർ കരമന സ്നേഹപൂർവ്വം സാദരം പ്രിയപ്പെട്ട സുധീറേട്ടനെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. മിമിക്രിയിലൂടെ കലാലോകത്തേക്ക് വരികയും പിന്നീട് സ്വഭാവ നടനായി വില്ലനായി നമ്മളെ അതിശയിപ്പിച്ച
വാചികാഭിനയത്തിലൂടെ നമ്മളെ അതിശയിപ്പിച്ച, നമ്മെ വിട്ടുപോയ പ്രിയപ്പെട്ട NF വർഗീസിന്റെ പ്രിയപത്നി റോസിയെ വളരെ സ്നേഹപൂർവ്വം ബഹുമാനപൂർവ്വം ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. മലയാള നാടകവേദിയിൽ കാട്ടുകുതിര എന്നൊരു നാടകം നമുക്ക് മറക്കാൻ സാധിക്കില്ല. തിലകൻ ചേട്ടൻ സിനിമയിൽ അവതരിപ്പിച്ച വേഷം അത് മലയാള നാടകവേദിയിൽ ആയിരക്കണക്കിന് വേദികളിൽ പകർന്നാടിയ ഒരു മഹാപ്രതിഭയായിരുന്നു രാജൻ പി ദേവ്. പിന്നീട് സിനിമയിലെത്തിയ ശേഷവും എത്രയെത്ര മനോഹരമായ കഥാപാത്രങ്ങൾ അവശേഷിച്ചാണ് അദ്ദേഹവും മൺമറഞ്ഞു പോയത്. പ്രിയപ്പെട്ട രാജൻ ചേട്ടന്റെ മകൻ മലയാള സിനിമയിലെ നടനുമായ ജൂബിൻ രാജ്ദേവിനെ വളരെ സ്നേഹപൂർവ്വം ബഹുമാനപൂർവ്വം ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയുടെ കാലത്ത് തുടങ്ങിയതാണ് ബഹദൂറിന്റെ, പ്രിയപ്പെട്ട ബഹദൂർക്കയുടെ അഭിനയം. നിരവധി വേഷങ്ങളിലൂടെ നമ്മളെ അതിശയിപ്പിച്ച ശ്രീ ബഹദൂർക്കയുടെ മകൾ രുഖിയയെ വളരെ സ്നേഹപൂർവ്വം ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഒരു കാലത്ത് സാഹസികമായ രംഗങ്ങൾ ഒപ്പിയെടുക്കുവാൻ ജെ വില്യംസിനെ കഴിച്ചൊരു സിനിമ എന്നാണ് കേട്ടിട്ടുള്ളത്. സ്ഫടികം സിനിമ കാണുമ്പോൾ അറിയാം എത്രത്തോളം റിസ്ക് എടുത്താണ് ഓരോ ഫ്രെയിമുകളും അദ്ദേഹം ഷൂട്ട് ചെയ്തത് എന്ന്. പ്രിയപ്പെട്ട ജെ വില്യംസിന്റെ പ്രിയപത്നി ശാന്തി ചേച്ചിയെ വളരെ സ്നേഹപൂർവ്വം ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഇനിയും ഒരുപാട് കലാകാരന്മാരുടെ കുടുംബാംഗങ്ങൾ ഇവിടെ എത്താൻ സാധിച്ചിട്ടില്ല. നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട ശങ്കരാടി ചേട്ടൻ, ശ്രീ പരവൂർ ഭരതൻ ചേട്ടൻ, ശ്രീ NL ബാലകൃഷ്ണൻ ചേട്ടൻ, പ്രിയപ്പെട്ട ഗാനരചയിതാവ് P ഭാസ്കരൻ മാസ്റ്റർ, എഡിറ്റർ MS മണി അവർകൾ, അഭിനേത്രി സിൽക്ക് സ്മിത, ഇവരുടെയൊക്കെ കുടുംബാംഗങ്ങൾ എല്ലാവർക്കും വണക്കം. ഇപ്പോൾ കുറച്ച് നിമിഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ പ്രിയപ്പെട്ട സിബി കുറേ കാര്യങ്ങൾ പറഞ്ഞു, നിങ്ങളെല്ലാവരും കേട്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. പക്ഷെ എൻ്റെ ഓർമ്മയിൽ മുഡ്ലക്കിൽ വെച്ച് ഈ സിനിമയുടെ ഫസ്റ്റ് പ്രീമിയർ ഇറങ്ങിയപ്പോൾ സിബി ചിരിച്ചുകൊണ്ട് എന്നോടൊരു ഡയലോഗ് പറഞ്ഞു. ഇതിലെ ഈ ഡബിൾ ചങ്ക് എന്ന പ്രയോഗം അത് ആടുതോമായിക്കല്ല ചേർന്നത്, കുറച്ചുകൂടെ നിങ്ങൾക്കായിരിക്കും. സിബി അത് ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണമുണ്ട്. അതിന് മുമ്പ് നടന്ന അയ്യർ ദ ഗ്രേറ്റ്, എൻ്റെ പ്രിയപ്പെട്ട പ്രൊഡ്യൂസർ ആർ മോഹൻ ഇവിടെ ഇരിക്കുന്നു. ഞാനതിൽ കടന്നുപോയ ഹിമാലയൻ ടാസ്കുകളും കോൺട്രവേഴ്സീസുകളുമൊക്കെ ഞാൻ എൻ്റെ ഏക ദൈവത്തിൽ സമർപ്പിച്ച് അതെല്ലാം എനിക്ക് അനുകൂലമായി സംഭവിച്ചു എന്നുള്ളതാണ്. അപ്പം അത് സിബിയുടെ മനസ്സിലുണ്ട്. അതുകൂടെയൊക്കെ ചേർത്താണ് സിബി പറഞ്ഞത് ഈ ഡബിൾ ചങ്ക് ഏറ്റവും കൂടുതൽ യോഗ്യം നിങ്ങൾക്ക് തന്നെയാണെന്ന്. അല്ലേ സിബി? എന്താണ് ചോദ്യം? സ്ഫടികമായി ബന്ധപ്പെട്ട് എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്ന ഒരു വലിയ ചിന്ത, ഇതിൻ്റെ സ്ക്രിപ്റ്റുകളുടെ പൂർത്തീകരണം കടന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ ചാക്കോ മാസ്റ്റർ ആരഭിനയിക്കും? എനിക്കും രാജേന്ദ്ര ബാബുവിനും വളരെ അച്ചട്ടായ ബോധ്യമുണ്ട് അത് ശ്രീ തിലകൻ തന്നെ ചെയ്യണമെന്ന്. പക്ഷേ അതൊരു ചെറിയ പ്രശ്നമുണ്ട്. ഞാനും നമ്മുടെ പ്രിയപ്പെട്ട
തിലകൻ ചേട്ടനുമായിട്ട് അതിനു മുമ്പ് സംഭവിച്ച ഒരു സിനിമയിൽ കേവലം ഒരു ചെറിയ ഡയലോഗിൻ്റെ മുകളിൽ ഒരു സംസാരമുണ്ടായി. അത് മറ്റൊന്നുമായിരുന്നില്ല. ആ സിനിമയ്ക്കകത്ത് തിലകൻ ചേട്ടൻ പറയേണ്ട ഒരു മൊഴിയുണ്ട്, ദർ ഈസ് നോ മ്യൂസിക് വിതൗട്ട് മെലഡി. പക്ഷെ തിലകൻ ചേട്ടൻ അത് മെലഡിയും തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു. അത് പിന്നെ തർക്കമായി, വഴക്കായി. അദ്ദേഹം പറയുന്നത് ഞാൻ ഇതാ പറയുന്നത്. അദ്ദേഹം അറിയാതെ രഹസ്യമായി ഞാൻ അദ്ദേഹത്തിൻ്റെ പുറകിൽ ചെന്ന് നിന്ന് അദ്ദേഹം ശരിക്കും പറയുന്നത് എന്താണെന്ന് കേട്ടു. അദ്ദേഹം പറയുന്നത് ദർ ഈസ് നോ മ്യൂസിക് വിതൗട്ട് മെലഡി. അപ്പം ഞാൻ അദ്ദേഹം അറിയാതെ പുറകിലൊന്ന് തൊട്ടു. തിലകൻ ചേട്ടാ, നിങ്ങൾ പറഞ്ഞത് മെലഡിന്ന് തന്നെയാണ്. പിന്നെ തുടങ്ങി മാലപ്പടക്കത്തിന് തീ കൊളുത്തുന്ന പോലെ പ്രശ്നങ്ങൾ. ഞാൻ ആ പ്രശ്നങ്ങളുടെ വിശദാംശങ്ങളിൽ കിടക്കുന്നില്ല. പക്ഷേ ആ പ്രശ്നം ഏതാണ്ട് നീണ്ട 2-3 വർഷത്തോളമെങ്കിലും ഞങ്ങൾ തമ്മിൽ 2 ചേരിയിൽ നിൽക്കേണ്ടി വന്നു. അദ്ദേഹം എന്നെ എയർപോർട്ടിൽ വെച്ച് കണ്ടാൽ മൈൻഡ് ചെയ്യത്തില്ല, വിളിയില്ല, പിണക്കം, ശത്രുത തന്നെ. അപ്പോഴാണ് ഞങ്ങൾക്ക് മുമ്പിലേക്ക് ഈ ചാക്കോ മാഷ് കടന്നു വരുന്നത്. അപ്പോഴത്തേക്ക് മോഹൻ സാറിൻ്റെ വകയായി നമുക്ക് വേണമെങ്കിൽ എന്തുകൊണ്ട് വേണുചേട്ടനെ ആലോചിച്ചുകൂടാ, അങ്ങനെ പലരുടെയും എന്തുകൊണ്ട് വേണുവിനെ ആലോചിച്ചുകൂടാ. അപ്പം ഞാൻ പറയും, വേണുവിനൊരു വേഷമുണ്ട്, അത് രാവണ്യമാഷാണ്, അത് അദ്ദേഹം ചെയ്യും, അത് അദ്ദേഹത്തിൽ വളരെ ഭദ്രമായിരിക്കും. പക്ഷെ ചാക്കോ മാസ്റ്റർ അത് അദ്ദേഹം തന്നെ ചെയ്യണം. പക്ഷെ എങ്ങനെ ചെയ്യും? നിങ്ങൾ തമ്മിൽ ഭയങ്കര പിണക്കമല്ലേ? ഇതിങ്ങനൊരു വലിയൊരു ആശങ്കയിൽ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ബിലീവ് മീ, ഒരു സുപ്രഭാതത്തിൽ ഒരു 8-9 ആയപ്പോഴത്തേക്കും എനിക്കൊരു ടെലിഫോൺ വരുന്നു. ഏതാണ്ട് 3 വർഷം കഴിഞ്ഞിരിക്കുന്നു. തിലകൻ ചേട്ടൻ, ഞാൻ തിലകനാണ്, ഭദ്രനല്ലേ? ചേട്ടാ, ഞാൻ വളരെ വിനയോത്മകനായിട്ട്, അതെ ചേട്ടാ, ഞാൻ ഭദ്രനാണ്. അപ്പോൾ എനിക്കൊരു കാര്യം പറയാൻ വേണ്ടി ഞാൻ നിങ്ങളെ വിളിച്ചതാണ്. ചേട്ടാ, എന്ത് വേണം? ഞാൻ ഇന്ന് യാദൃശ്ചികമായിട്ട് ഈ ഇടനാഴിയിലെ കാലൊച്ച സിനിമ കണ്ടു. ഞാൻ ആദ്യം കുറേ നേരം അത് ഭരതൻ്റെ സിനിമയാണോ എന്ന് ഇങ്ങനെ സംശയിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് എൻ്റെ വേഷം കടന്നു വരുന്നത്. അപ്പോൾ വേഷം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് താങ്കൾ ചെയ്ത സിനിമയാണ്. അങ്ങനെ അദ്ദേഹം ഈ സിനിമ കണ്ട് ഈ പറഞ്ഞ സ്ഥലത്ത് വന്നപ്പോൾ കൃത്യമായി അദ്ദേഹം പറഞ്ഞ ആ മൊഴി അദ്ദേഹം തിരിച്ചറിഞ്ഞു. ദർ ഈസ് നോ മ്യൂസിക് വിതൗട്ട് മെലഡി. അദ്ദേഹത്തിന് വളരെ പ്രയാസമായി. അങ്ങനെ എന്നെ പുള്ളി വിളിക്കുകയാണ്, അത് താങ്കൾ പറഞ്ഞതാണ് ശരി, എനിക്ക് തെറ്റുപറ്റിയിരിക്കുന്നു, അതുകൊണ്ട് എന്നോട് ക്ഷമിക്കുക. അപ്പം ഞാനും പറഞ്ഞു, ചേട്ടാ എന്നോടും ക്ഷമിക്കണം, ഞാൻ ഒത്തിരി കടത്തി കുറേ വാക്കുകളൊക്കെ അന്ന് നമ്മളെ ഡബ്ബിംഗ് തിയേറ്ററിൽ വെച്ച് സംസാരിക്കുകയുണ്ടായി. ഒരു ചേട്ടൻ എന്നുള്ള രീതിയിൽ കുറച്ച് കൂടി ഞാനും സംസാരിച്ചു, ക്ഷമിക്കണം. ചേട്ടാ, എനിക്ക് ചേട്ടനെ എപ്പോൾ കാണാം? ഞാനിപ്പോൾ തൃശ്ശൂരാണ്. അങ്ങനെ ഞാൻ ആ ദിവസത്തെ ട്രെയിനിൽ അവിടെ ചെല്ലുന്നു, ഇദ്ദേഹത്തെ കാണുന്നു, ഞാൻ ഈ കഥാപാത്രത്തെ പറയുന്നു. പുള്ളി ചാടി എഴുന്നേറ്റ്, ചാക്കോ മാഷപ്പിനെ ഞാനല്ലാതെ ആര് ചെയ്യും ഭദ്രൻ? എൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റത് കാര്യം ചാക്കോ മാസ്റ്റർ മൈനസ് സ്ഫടികം നദിങ്, ആടുതോമ മൈനസ് സ്ഫടികം നദിങ്. അതിനോട് ചേർന്ന് ഇടതൂന്നുന്ന എല്ലാ നടീനടന്മാരും എല്ലാം ചേർന്ന് ആ സിനിമ എനിക്ക് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഞാൻ ഏതാണ്ട് ഒരു 4 ദിവസം മുമ്പ് ഇതിൻ്റെ എല്ലാ ആസ്പെക്ടസും ഒത്തുചേർത്തുകൊണ്ട് ഞങ്ങൾ ഈ സിനിമ കാണുകയുണ്ടായി. അപ്പോൾ കണ്ടപ്പോൾ ഈ തിലകൻ ചേട്ടനെ കാണുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഓരോ എക്സ്പ്രഷൻസുകളും ഒരുതരം അഗ്നിപർവ്വതങ്ങളായിരുന്നു. ഓരോ എക്സ്പ്രഷൻസുകളും ഈ ഗംഭീര അഭിനയം അദ്ദേഹം ഈ സിനിമയിൽ കാഴ്ചവെച്ചുകൊണ്ട് തന്നെയാണ് ഈ സ്ഫടികം ഇന്നിങ്ങനെ സ്ഫടികമായി തീർന്നിരിക്കുന്നത്. അടുത്ത ചോദ്യം എന്താണ്? ഒരു ചോദ്യം കൂടെ ആവാം. വയസ്സ് ചോദിക്കുന്നില്ല. -28 വർഷമാവുകയാണ് സ്ഫടികത്തിന്. ഇപ്പോൾ എത്തി നിൽക്കുമ്പോൾ മലയാള സിനിമയെക്കുറിച്ചും ഭദ്രൻ സാറിൻ്റെ ഭാവി പദ്ധതികളെക്കുറിച്ചും അറിഞ്ഞാൽ കൊള്ളാം. അല്ല, വയസ്സ് ചോദിക്കുന്നില്ല എന്ന് പറഞ്ഞു. എനിക്ക് വയസ്സെങ്കിൽ ഞാൻ പറഞ്ഞേക്കാം. എൻ്റെ ആദ്യത്തെ സിനിമയുടെ ഞാൻ ചെയ്ത പ്രായം 31 വയസ്സായിരുന്നു. ഞാനിപ്പോഴും 31 വയസ്സ് തന്നെയാണ്.
എനിക്കൊന്നും പറയാനില്ല. നിങ്ങൾ ഈ സ്ഫടികത്തെ മുക്തകണ്ഠം സ്നേഹിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. ഈ പുതിയ സ്ഫടികത്തെ നിങ്ങൾ കാണുക, അതിനെ തിരിച്ചറിയുക എന്ന് മാത്രമല്ല, ഒരുപാട് അച്ഛനും അമ്മയും അമ്മമാരും അപ്പന്മാരുമെല്ലാം ഇപ്പോഴും 8ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഈ സിനിമയുടെ മുറിയും തരുവൊക്കെ കാണുമ്പോൾ പോടാ പോയി പഠിക്കടാ എന്നാണ്. പഠിക്കാൻ വരട്ടെ. നിങ്ങൾ ദയവ് ചെയ്ത് ഈ സിനിമ അവരെ കാണിക്കണം, നിങ്ങളൊപ്പം കാണണം, ഇല്ലേ? ഒരുപക്ഷെ ഈ സിനിമയുടെ ഏറ്റവും അടിയിൽ കിടക്കുന്ന അതിൻ്റെ അന്തസ്വറ്റ അല്ലെങ്കിൽ അതിൻ്റെ കണ്ടന്റ് എന്ന് പറയുന്നത് എൻ്റെ തന്നെ ജീവിതമാണ്. എൻ്റെ അപ്പൻ എപ്പോഴും എന്നോട് പറയും, നീ അവനെ കണ്ടുപിടിക്കടാ, നീ മറ്റവനെ കണ്ടുപിടിക്കടാ. എന്ത് ചെറുക്കനടാ നീ ഇങ്ങനെ? ഈ കമ്പാരിസൺ. ഞാൻ ഈ 5ലും 6ലും ഒക്കെ പഠിക്കുമ്പം നല്ല ഭംഗിയായി പാട്ട് പാടും, അത്യാവശ്യം ചെറുകഥകൾ എഴുതും, സോഷ്യലും എടുക്കാനാണ്. ഈ കൊച്ചു കൊച്ചു കണ്ടുപിടുത്തങ്ങൾ എനിക്കുണ്ട്. പുള്ളിക്കതെല്ലാം വാട കണ്ടുപിടുത്തങ്ങളാണ്. ഒരിക്കലും നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്യത്തില്ല. ചെയ്യാത്തതിൻ്റെ കാര്യം അതിനോട് കൂടുതൽ സ്നേഹമുള്ളതുകൊണ്ടാണ്. അതുകൂടെ പറയട്ടെ. അതുകൊണ്ട് തന്നെ പുള്ളി എനിക്ക് എൻ്റെ പേര് തോമസ് എന്നായിരുന്നു. പുള്ളി പേര് മാറ്റി കളഞ്ഞിട്ട്, എടാ നീ ഭദ്രനാവ്. പെട്ടെന്ന് ഈ ക്രിസ്ത്യാനിക്ക് ഒരു കുഴപ്പമുണ്ട്, ഈ തോമസ് എന്നും കേട്ടാൽ ഒരു സുഖമില്ല, ചളുക്ക് വരാ, നീ ഭദ്രനാവ്, മിടുക്കനാവ്. ഇതൊക്കെ ആഗ്രഹമുണ്ടെങ്കിലും പുള്ളി എപ്പോഴും നമ്മളെ മറ്റു പിള്ളേരുമായിട്ട് എപ്പോഴും കമ്പയർ ചെയ്യും. എല്ലാവർക്കും നമസ്കാരം. ഡെവലപ്പ് ഞാൻ മറന്നുപോയി കേട്ടോ. ചേട്ടൻ്റെ മുണ്ട് പറിച്ച് അടിയൊന്നും എനിക്കൊന്ന് കണ്ടാക്കൊള്ളാം. അറിയാം, തീർച്ചയായിട്ടും അത് വളരെ നല്ലൊരു സീനായിരുന്നു. അതെല്ലാവരും കണ്ടു കാണുമല്ലോ. അപ്പോൾ എന്നാൽ ഇങ്ങനൊരു സിനിമ ഇതിലൊരു ഭാഗമാകാൻ പിന്നെയും സാധിക്കുന്നു എന്ന് പറയുന്നതിലുള്ള ഏറ്റവും സന്തോഷം. കാരണം നമ്മുടെ പല സിനിമകളും ഇനി മലയാളത്തിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ സംശയമുണ്ട്. രണ്ടാമതൊരു റിലീസ്, അതേ പടം തന്നെ വീണ്ടും റിലീസ് അങ്ങനെ ഇതുവരെ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള ഒരു സംശയം എനിക്കുണ്ട്. ഇല്ലെന്നാണ് എൻ്റെ വിശ്വാസം. മറ്റ് ഭാഷകളിലൊക്കെ വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഇത് അത്രത്തോളം ഈ രണ്ടാമത് വരാനുള്ള ഇപ്പോൾ ഒരു ഡിജിറ്റൽ റിലീസ് വരാനുള്ളൊരു കാര്യം, കാരണം ആ സിനിമയിലേക്ക് അത്രത്തോളം ഒരു കണ്ടന്റ് അതിനകത്തുണ്ട്. അത് സീൻ ബൈ സീൻ അതിനകത്ത് നമ്മൾ എത്ര കണ്ടാലും മതിവരാത്ത സീനാണെന്നാണ് പ്രേക്ഷകരുടെ എല്ലാവരുടെയും അഭിപ്രായവും. അതുകൊണ്ട് തന്നെയാണ് വീണ്ടും റിലീസ് ചെയ്യാൻ സാധിക്കുന്നതും. മനോഹരമായൊരു സിനിമ തന്നെയാണ്, ഒരു സംശയവുമില്ല. എനിക്കും അതിനകത്ത് ചെറിയൊരു ഭാഗമാകാൻ, ആ ഒരു സൂപ്പർ ഹിറ്റ് പടത്തിൽ അങ്ങനൊരു ഭാഗമാകാൻ കഴിഞ്ഞു തന്നെ വളരെ സന്തോഷമുണ്ട്. ഈ 9-ാം തീയതി ഇറങ്ങാൻ പോകുന്ന ഈ നമ്മുടെ വീണ്ടും ഉള്ള സ്ഫടികത്തിൽ എല്ലാവിധ ആശംസകളും നേരുകയാണ്. തീർച്ചയായിട്ടും എല്ലാവരും കണ്ട് വളരെ നന്നായിട്ട് അതിനെ പ്രോത്സാഹിപ്പിക്കണം, പടം വീണ്ടും ഒരു ഹിറ്റാക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. നന്ദി, നമസ്കാരം.